ഹലോ വെൽക്കം ബാക്ക്. ITIയിലും THSLCയിലും ഒക്കെ മെഷീനിസ്റ്റ് ട്രേഡ് പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന ട്രേഡ്സ്മാൻ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ്റെ കാര്യങ്ങൾ, അതുപോലെ തന്നെ അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ള എക്സാമിൻ്റെ സിലബസ്, ട്രേഡ്സ്മാൻ എക്സാമിന് വരാൻ സാധ്യത ഉണ്ട് എന്നുള്ള രീതിയിൽ ഒരു സിലബസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ട്രേഡ്സ്മാൻ മെഷീനിസ്റ്റ് ടെൻറ്റേറ്റീവ് സിലബസ്. സോ ഈ ഒരു സിലബസ് തന്നെ ആയിരിക്കും വരാനായിട്ട് സാധ്യതയുള്ളത്. അപ്പോൾ ഈ സിലബസ് വളരെ കൃത്യമായിട്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുന്ന രീതിയിൽ ഞാൻ ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരിക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. സോ നമുക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സിലബസ് ഒന്ന് പരിചയപ്പെടാം. അതിനു മുമ്പായിട്ട് നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ തന്നെ ടോട്ടൽ ആയിട്ടുള്ളത് എത്രയാണ്? 100 ചോദ്യങ്ങളാണ്. 100 മാർക്കിനായിരിക്കും. 90 മിനിറ്റ് ആണ് എക്സാമിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത്. ഒരു ചോദ്യം ശരിയായി കഴിഞ്ഞാൽ 1 മാർക്കും, അതുപോലെ തന്നെ ഒരു ചോദ്യം തെറ്റിക്കഴിഞ്ഞാൽ 0.33 മാർക്കുമായിരിക്കും കുറയുന്നുണ്ടാവുക. സോ ഇതെല്ലാ എക്സാമിനെയും പോലെ തന്നെയാണ്. അപ്പോൾ ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസിലേക്ക് പോകാം. സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ട്രേഡ്സ്മാൻ മെഷീനിസ്റ്റ് ടെൻറ്റേറ്റീവ് സിലബസ് വരാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള സിലബസ് ആണ്. ഇത് പ്രകാരം നിങ്ങൾ ഫസ്റ്റ് വൺ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ ഈ ഒരു സിലബസ് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള ഈ ഒരു ടെൻറ്റേറ്റീവ് സിലബസ്, അതുപോലെ തന്നെ ഇത് ഏത് സ്റ്റഡി മെറ്റീരിയൽ ഫോളോ ചെയ്യണോ ആ സ്റ്റഡി മെറ്റീരിയൽസ് നാഷണൽ ഇൻസ്ട്രക്ഷണൽ മീഡിയ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നിമി ടെക്സ്റ്റ് ബുക്ക് ആണ് നമ്മൾ ഇതിൽ ഫോളോ ചെയ്യേണ്ടത്. അത് തന്നെ ഫോളോ ചെയ്യണം. കാരണം ഇതിൽ ഈ പറഞ്ഞ CNC ഉൾപ്പെടെയുള്ള ടോപ്പിക്കുകളുണ്ട്. ഞാൻ ഫിറ്റർ എന്ന് പറയുന്ന ട്രേഡ് കഴിഞ്ഞതിന് ശേഷം CNC ഓപ്പറേറ്റർ കം പ്രോഗ്രാമർ എന്ന് പറയുന്ന കോഴ്സാണ് ചെയ്തിട്ടുള്ളത്. സോ അവിടെ നമുക്ക് G കോഡ്, M കോഡൊക്കെ തുടങ്ങിയിട്ടുള്ള കുറേ ടോപ്പിക്കുകളുണ്ട്. സോ ആ ഒരു കോഡുകളും അല്ലെങ്കിൽ ഈ ടെക്സ്റ്റിലുള്ളതും ഒക്കെ ചെറിയ ചെറിയ വേരിയേഷൻസ് ഉണ്ടായിരിക്കും. നമ്മൾ ഗൂഗിളിലോ മറ്റോ ഒക്കെ നോക്കുന്ന ചിലപ്പം അത് തന്നെ ആയിരിക്കണമെന്നില്ല ഈ ടെക്സ്റ്റിലുള്ളത്. സോ ഈ ടെക്സ്റ്റിൽ എന്താണോ പറയുന്നത് അത് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുകൂടി ആദ്യം ഓർമ്മപ്പെടുത്തുകയാണ്. മെഷീനിസ്റ്റും അതുപോലെ തന്നെ നമ്മുടെ ഫിറ്റർ ട്രേഡ് ഞാൻ എക്സാം എഴുതിയിരുന്നു. അതുമായിട്ടുള്ള സിലബസ് വളരെയധികം സാമ്യമുള്ളതാണ്. സോ അതുകൊണ്ട് ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ പഠിച്ചെടുക്കാൻ സാധിക്കുന്ന നല്ല ഒരു സിലബസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൽ വളരെ ചുരുക്കം ചില ടോപ്പിക്കുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾക്ക് ഇല്ലാതെ ഉള്ളത്. ബാക്കി എല്ലാം നല്ല സിലബസ് തന്നെയാണ്. ഓക്കെ, നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. പിന്നെ ഫിറ്ററിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. കാരണം ആ ടോപ്പിക്കുകളെല്ലാം തന്നെ ഇതിനകത്ത് കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അധികം വൈകാതെ നമുക്ക് എന്ത് ചെയ്യാം, ടോപ്പിക്ക് നോക്കാം. ഫസ്റ്റ് വൺ, നിങ്ങൾ ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കണം. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈപ്പ് ഓഫ് സേഫ്റ്റി പ്രിക്കോഷൻസ്. അപ്പോൾ ടെക്സ്റ്റിൽ അങ്ങനെ ടോപ്പിക് ഉണ്ട്. ആ ടോപ്പിക്ക് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിന് നേരെ ഇതുപോലെ ഒരു ടിക്ക് ചെയ്യുക. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. രണ്ടാമത്തെ ടോപ്പിക്കാണ് സേഫ്റ്റി സൈന്. ഓക്കെ, മൂന്നാമത്തെ ടോപ്പിക്ക് ഫസ്റ്റ് എയ്ഡ്. ഇതുപോലെ തന്നെ നിങ്ങൾ ടിക്ക് ചെയ്ത് പോകണം. ഓക്കെ, ഇതിന് നാലാമത്തെ ടോപ്പിക്ക് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ്. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ അതിൻ്റെ ഈ ഒരു സിലബസിൽ തന്നെ 88ാമത്തെ പേജിലും 89ാമത്തെ പേജിലുമാണ് ഇത്. ആ ഒരു രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മാർക്ക് കൂടി ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിവിഷനൊക്കെ ഉപകാരപ്പെടും. ഓക്കെ, അതൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ റെസ്പോൺസ് ടു എമർജൻസീസ്, ഫയർ എക്സ്റ്റിങ്ക്വിഷേഴ്സ്, ടൈപ്പ് ആൻഡ് യൂസസ്, ഹൗസ് കീപ്പിംഗ്, ഗുഡ് ഷോപ്പ് ഫ്ലോർ പ്രാക്ടീസസ്, 5S കൺസെപ്റ്റ്. ഓക്കെ, വേസ്റ്റ് മെറ്റീരിയൽ ഡിസ്പോസൽ ആൻഡ് കളർ കോഡ്സ് ഫോർ ബിൻസ്, മെത്തേഡ് ഓഫ് മൂവിങ് ഹെവി എക്യുപ്മെന്റ്, ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഓൺ ഹോട്ട് വർക്ക് തുടങ്ങിയിട്ടുള്ള ടോപ്പിക്കുകളാണ് ഈ ഒരു സേഫ്റ്റി പ്രിക്കോഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്നത്. സോ നിങ്ങൾക്ക് ഇതേ PDF തന്നെയുള്ള ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ, കോമൺ ആയിട്ടുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട്, ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റും. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പ് ഗ്രൂപ്പിലും ഇത് നമ്മുടെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന യൂട്യൂബ് ചാനലിലെ ലിങ്കുമാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ദെൻ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നോക്കാം. മൊഡ്യൂൾ നമ്പർ 2 എന്ന് പറയുന്നത് മാർക്കിംഗ് ആൻഡ് മാർക്കിംഗ് ടൂൾസ്, മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. ലീനിയർ മെഷർമെന്റ്, സ്റ്റീൽ റൂൾ, മാർക്കിംഗ് മീഡിയ, കാലിപ്പേഴ്സ്, ഡിവൈഡർ, മാർക്കിംഗ് പഞ്ച്, സ്ക്രൈബർ, ഹാമർ, മാർക്കിംഗ് ഓഫ് ടേബിൾ, സർഫസ് പ്ലേറ്റ്, വൈസസ്, ആംഗിൾ പ്ലേറ്റ്, ട്രൈ സ്ക്വയർ, കോമ്പിനേഷൻ സെറ്റ്, മാർക്കിംഗ് ബ്ലോക്ക്, പെയർ ബ്ലോക്ക്. വളരെ എളുപ്പമുള്ള ഒരു സിലബസ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്യണം. മൊഡ്യൂൾ നമ്പർ 3 വളരെ ചെറിയ ഒരു ടോപ്പിക്കാണ്. പ്രിസിഷൻ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്, മൈക്രോമീറ്റർ. വ്യത്യസ്ത ടൈപ്പിലുള്ള മൈക്രോമീറ്ററുകളുണ്ട്. വെർണിയർ കാലിപ്പർ, ഡയൽ ടെസ്റ്റ് ഇൻഡിക്കേറ്റർ, ബോർ ഡയൽ ഗേജ്, വെർണിയർ ഹൈറ്റ് ഗേജ്, വെർണിയർ ബയോ പ്രൊട്ടക്ടർ, ഗിയർ ടൂത്ത് കാലിപ്പർ തുടങ്ങിയിട്ടുള്ള ടോപ്പിക്കുകളാണ് അവിടെ വരുന്നുണ്ടാവുക. ഓക്കെ, ദെൻ അടുത്തത് മൊഡ്യൂൾ നമ്പർ 4 ആണ്. ഹാൻഡ് ടൂൾസിൽ നിന്നും 8 മാർക്കിനുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. ഹാക്സ് ഓഫ് ഫ്രെയിം ആൻഡ് ബ്ലേഡ്, സോഴ്സ് സെറ്റിംഗ്, ഫയൽസ്, ടൈപ്പ് യൂസ്, കട്ട്, ഗ്രേഡ്, സ്പെസിഫിക്കേഷൻ, ഫയൽസിന്റെ അങ്ങനെയുള്ള എല്ലാ ടോപ്പിക്കുകളും ഇവിടെ കവർ ആവണം. പിന്നെ കോൺവെക്സിറ്റി ഓഫ് ഫയൽ, പിന്നിങ് ഓഫ് ഫയൽ, ടാപ്പ് ആൻഡ് ഡൈസ്, ഡൈനറ്റ്, ചിസൽ, റീമർ തുടങ്ങിയിട്ടുള്ളത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. പിന്നെ മൊഡ്യൂൾ നമ്പർ 5 ഡ്രില്ലിംഗ്, ലൂബ്രിക്കൻ ആൻഡ് കട്ടിംഗ് ഫ്ലൂയിഡ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. അതിനകത്ത് ഡ്രില്ലിംഗ് മെഷീൻ ടൈപ്പ്, വേരിയസ് ഓപ്പറേഷൻ ഇൻ ഡ്രില്ലിംഗ് മെഷീൻസ്. ഇതെന്ന് പറയുന്നത് ഞങ്ങൾക്ക്
കട്ടിംഗ് ആൻഡ് കട്ടിംഗ് ടൂൾസ് എന്ന് പറയുന്ന മൊഡ്യൂളിൽ കവർ ആയിട്ടുള്ള ടോപ്പിക് തന്നെയാണ്. ഡ്രിൽ ഹോൾഡിംഗ് ഡിവൈസസ്, വർക്ക് ഹോൾഡിംഗ് ഡിവൈസ്, ടാപ്പർ സൈസ്, കട്ടിംഗ് സ്പീഡ്, ഫീഡ് ആൻഡ് ഡെപ്ത് ഓഫ് കട്ടിംഗ് ഡ്രില്ലിംഗ് ഡിഫക്റ്റ് ആൻഡ് കോസസ്, ടൈപ്പ് ഓഫ് കട്ടിംഗ് ഫ്ലൂയിഡ് ആൻഡ് പർപ്പസ്, ലൂബ്രിക്കന്റ് ക്ലാസിഫിക്കേഷൻ ആൻഡ് പ്രോപ്പർട്ടീസ്, ലൂബ്രിക്കേറ്റിംഗ് സിസ്റ്റം, മെയിൻ്റനൻസ്, മെഷീൻ ടൂൾ ഇൻസ്പെക്ഷൻ. ഓക്കെ, സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഫിറ്ററിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മെഷീനിസ്റ്റിന്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അങ്ങനെയുള്ള ഒരുവിധം ക്വസ്റ്റ്യൻസ് എല്ലാം ഈ ടോപ്പിക് കവർ ആവുന്ന എല്ലാ ക്വസ്റ്റ്യൻ നിങ്ങൾ യൂസ് ചെയ്യാം. ദെൻ ലെയ്ത്തിന്റെ ടോപ്പിക് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ടർണറിന്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ പാർട്ട് ആൻഡ് ഫംഗ്ഷൻ, അതുപോലെ തന്നെ ഫിറ്ററിലും ഈ ഒരു ടോപ്പിക് വരുന്നുണ്ട്. ടൈപ്പ്, സ്പെസിഫിക്കേഷൻ, ഓപ്പറേഷൻ, ലേത്ത്, ആക്സസറീസ് ആൻഡ് അറ്റാച്ച്മെന്റ്, കട്ടിംഗ് സ്പീഡ്, ഫീഡ്, RPM, അത് ലെയ്ത്തിൻ്റെതാണ്. ലെയ്ത്ത് ടൂൾസ് ആൻഡ് ആംഗിൾസ്, ഡ്രൈവിംഗ് മെക്കാനിസം, ചിപ്പ് ബ്രേക്കർ, ടേപ്പർ ടേണിംഗ് മെത്തേഡ്, ടേപ്പർ ആൻഡ് ഇറ്റ്സ് ടൈപ്സ്, ടേപ്പർ കാൽക്കുലേഷൻ, സൈൻ ബാർ ആൻഡ് സ്ലിപ്പ് ഗേജ്, സ്ക്രൂ ത്രെഡ് ആൻഡ് എലമെന്റ്സ്, ഫോം ഓഫ് സ്ക്രൂ ത്രെഡ്, ലേത്ത് സെന്റേഴ്സ്, മാൻഡൽ, ത്രെഡ് കട്ടിംഗ്, സിംഗിൾ ആൻഡ് മൾട്ടി സ്റ്റാർട്ട് ത്രെഡ്, സിമ്പിൾ ഗിയർ ട്രെയിൻ ആൻഡ് കോമ്പൗണ്ട് ഗിയർ ട്രെയിൻ, ലേത്ത് ഡോഗ്സ്, ഡ്രൈവിംഗ് പ്ലേറ്റ്, ഫേസ് പ്ലേറ്റ്, റെസ്റ്റ് തുടങ്ങിയിട്ടുള്ള ടോപ്പിക്കുകൾ അവിടെ വരുന്നുണ്ട്. ദെൻ മില്ലിംഗ് ആണ്. മില്ലിങ് ഞങ്ങൾക്ക് ഇല്ലാത്തൊരു ടോപ്പിക്കാണ്, എന്നാൽ മെഷീനിസ്റ്റിലുള്ളത്. അതായത് ബാക്കിയെല്ലാം തന്നെ ഫിറ്റർ ട്രേഡ് കവർ ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് നന്നായിട്ടൊന്ന് ഇരുന്ന് കഴിഞ്ഞാൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക് തന്നെയാണ്. സോ മില്ലിംഗ് എന്ന് പറയുന്ന ടോപ്പിക് നമുക്ക് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് അതേ പറ്റിയിട്ട് വലിയ ഐഡിയ ഇല്ല. സോ എന്നാലും ടോപ്പിക് ഞാൻ ഒന്ന് പറഞ്ഞുതരാം. മില്ലിംഗ് മെഷീൻ, ക്ലാസിഫിക്കേഷൻ, സ്പെസിഫിക്കേഷൻ, പാർട്സ്, ഫംഗ്ഷൻസ്, ആപ്ലിക്കേഷൻ, കട്ടർ ഹോൾഡിംഗ് ഡിവൈസ്, മില്ലിംഗ് കട്ടേഴ്സ്, കട്ടർ മെറ്റീരിയൽ, ടൈപ്പ് ഓഫ് കട്ടേഴ്സ്, നോമൻക്ലേച്ചർ ഓഫ് മില്ലിംഗ് കട്ടർ, ഡിഫറെന്റ് മില്ലിംഗ് ഓപ്പറേഷൻ, അപ്പ് മില്ലിംഗ് ആൻഡ് ഡൗൺ മില്ലിംഗ്, അങ്ങനെ കുറേ ടോപ്പിക്കുകൾ ഇവിടെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാവുന്നതാണ്. ഇതെല്ലാം തന്നെ നിമിയുടെ ബുക്കിൽ കവർ ആകുന്നതായിരിക്കും. നിങ്ങൾ അതിൽ നിന്ന് ടോപ്പിക്ക് കണ്ടെത്തിയിട്ട് നിങ്ങൾ പഠിക്കേണ്ടി വരും. ഓക്കെ, ദെൻ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊഡ്യൂൾ നമ്പർ 8 ഗ്രൈൻഡിങ് ആണ്. ഗ്രൈൻഡിങ്ങും നമുക്കുള്ള ടോപ്പിക് തന്നെയായിരുന്നു. ടൈപ്പ് ഓഫ് ഗ്രൈൻഡിങ് മെഷീൻസ്, പാർട്സ് ആൻഡ് ഫംഗ്ഷൻ, ഈച്ച് ടൈപ്സ് ശ്രദ്ധിച്ച് പഠിക്കേണ്ട ടോപ്പിക്കാണ് കേട്ടോ. ഡിഫറെന്റ് ഗ്രൈൻഡിങ് ഓപ്പറേഷൻ, കൺസ്ട്രക്ഷൻ ഓഫ് ഗ്രൈൻഡിങ് വീല്, സ്റ്റാൻഡേർഡ് മാർക്കിംഗ് സിസ്റ്റം ഗ്രൈൻഡിങ് വീല്, ഗ്ലേസിംഗ് ആൻഡ് ലോഡിംഗ്, ഡ്രസ്സിംഗ് ആൻഡ് ഡ്രോയിങ്, cutting speed, feed and depth of cut, shape of grinding wheel and application, selection of grinding wheel balancing, wet grinding and dry grinding tool and cutter grinder, attachment and their uses തുടങ്ങിയിട്ടുള്ള ടോപ്പിക്കുകളാണ് അവിടെ കവർ ആവുന്നത്. ദെൻ CNC ടേണിംഗ് എന്ന് പറയുന്ന ടോപ്പിക്, ഇത് ഞാൻ IT കഴിഞ്ഞതിന് ശേഷം ചെയ്തിട്ടുള്ള ഒരു കോഴ്സാണ് CNC എന്ന് പറയുന്നത്, അതുകൊണ്ട് ഇതിന്റെ അത്യാവശ്യം കാര്യങ്ങൾ അറിയാം. സേഫ്റ്റി ഇൻ CNC ടേണിംഗ് സെന്റേഴ്സ്, ബേസിക് ഓഫ് CNC ടെക്നോളജി, CNC ലേത്ത് മെഷീൻ എലമെന്റ് ആൻഡ് ഫംഗ്ഷൻസ്, അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ്, കൺട്രോൾസ്, സ്വിച്ചസ്, CNC കോർഡിനേറ്റ് സിസ്റ്റം, ബെഡ് ചെക്ക്, ടെയിൽ സ്റ്റോക്ക്, ടററ്റ് ആൻഡ് സ്പിൻഡിൽ ഡ്രൈവ്, സ്ലൈഡ് വേസ്, ബൾ സ്ക്രൂസ്, ATC, ഫീഡ് ബാക്ക് എൻകോഡർ, ഓപ്പൺ ലൂപ്പ് ആൻഡ് ക്ലോസ്ഡ് ലൂപ്പ്, കൺട്രോൾ സിസ്റ്റം, ആക്സിസസ്, അങ്ങനെയുള്ള ടോപ്പിക്കുകൾ ഇവിടെ പറയുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് നിന്ന് ടൂൾ ഹോൾഡേഴ്സ്, കുറേ ടോപ്പിക്കുകളായിട്ട് ഇവിടെ പറയുന്നുണ്ട്. നിങ്ങൾ അതെല്ലാം എന്ത് ചെയ്യുക, നോക്കുക. പിന്നെ അതിനകത്ത് പ്രധാനിച്ച് വരുന്നത് ഈ കോഡ്സും കാര്യങ്ങളും ഒക്കെ, G കോഡ് അത് അടുത്ത ടോപ്പിക്കിൽ വരുന്നുണ്ടെന്ന് തോന്നുന്നു. CNC മില്ലിംഗ് എന്ന് പറയുന്ന ഭാഗത്ത് വരുന്നുണ്ട്. ഓക്കെ, G കോഡും M കോഡും ഒക്കെ അവിടെ വരുന്നുണ്ട്. G കോഡും M കോഡും ഒരിക്കലും ഗൂഗിൾ നോക്കി കണ്ടുപിടിക്കാൻ നിൽക്കരുത്. ടെക്സ്റ്റിലുള്ളത് ഏതാണോ അത് തന്നെ പഠിക്കുക. ഓക്കെ, സോ അങ്ങനെയുള്ള ഒരു ടോപ്പിക്കിൽ നിന്നും എത്രയാണ് 10 മാർക്കിന് വരുന്നുണ്ട്. അങ്ങനെയാണ് ഈ ടോപ്പിക്ക് വരുന്നത്. ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ഒരു നോട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം അതുകൂടി ഒന്ന് വായിച്ചു നോക്കുക. അതായത് ഈ ഒരു ടോപ്പിക് സിലബസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്യാം, ട്രേഡുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് വിഷയങ്ങളിൽ നിന്ന് കൂടെയുള്ള ചോദ്യങ്ങൾ വന്നേക്കാം എന്നാണ് പറയുന്നത്. സോ ഈ ഒരു സിലബസ് മുഴുവൻ കവർ ചെയ്തതിന് ശേഷം മറ്റ് ക്വസ്റ്റ്യൻസ് കൂടുതൽ വർക്കൗട്ട് ചെയ്താൽ മതി. കാരണം ഈ സിലബസ് ബേസ് ചെയ്ത് തന്നെ ഒരുവിധം 85, 90 മാർക്കിനുള്ളത് ചോദിക്കും. ദെൻ സിലബസ് കവർ ചെയ്തതിന് ശേഷം കൂടുതൽ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, എന്തുതന്നെയായാലും എല്ലാവർക്കും എന്ത് ചെയ്യുന്നു, വിജയാശംസകൾ നേരുകയാണ്. നിങ്ങൾക്ക് ഇവിടെ നൽകിയിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സിലബസ് നിങ്ങൾക്ക് തരാം. ഈ സിലബസ് എന്ത് ചെയ്യുക, നിങ്ങൾ പ്രിന്റ് ചെയ്യണം. ദെൻ അതിനുശേഷം ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ ടോപ്പിക്കിന് നേരെ അതിന്റെ പേജ് നമ്പർ നിങ്ങൾ കണ്ടെത്തുന്ന സമയത്ത് തന്നെ എഴുതി വെക്കണം. റിവിഷൻ ഉപകാരപ്പെടും. ദെൻ അതിനുശേഷം കവർ ചെയ്താൽ ഇതുപോലെ ടിക്ക് ചെയ്ത് വിടണം. അതൊക്കെ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ തന്നെയാണ്. അപ്പോൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഒരു നല്ല രീതിയിൽ തന്നെ ഇത് ഫോളോ ചെയ്ത് പോകാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ മീഡിയം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ PDF ക്വസ്റ്റ്യൻ ബാങ്കും നൽകും. അത് നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, പ്രിന്റ് ഔട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ആ ടെക്സ്റ്റ് ഇല്ലെങ്കിൽ പ്രിന്റ് ചെയ്യുക. then അത് മാത്രം ഉപയോഗിച്ച് പഠിക്കുക ഫസ്റ്റ് ടൈം. ഓക്കെ, ഈ സിലബസ് അതിൽ നിന്ന് കണ്ടെത്തണം. അതിനൊക്കെ കുറെ ടൈമൊക്കെ വേണ്ടി വരും. എന്നാലും അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക. ട്രേഡ്സ്മാൻ എന്ന് പറയുന്ന തസ്തികയാണ്, നല്ലൊരു ജോബ് തന്നെയാണ്. എല്ലാവരും അത് മനസ്സിലാക്കിയിട്ട് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, ഒരിക്കൽ കൂടി എല്ലാവർക്കും വിജയാശംസകൾ. ഈ ഒരു വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.